Good morning, all. Good morning. Good morning, ma'am. Good morning, Partner. Okay, then class start. Transfer of patient are on the patients in the level class level 0. Complete level 0, level 1, 2, and 3. Okay, class concluding concluding next year. Okay, conclude paragraph conclude yeah, okay. Apo patients in the level 0 patients in the level 1 patients in the level patients in the conditions level 0 at least ward level manage so specialized person need level 1 deteriorate condition condition so critical care team paramedic level 2 single organ failure patients level 3 at least 2 fail single level 2 3 single two failure organ system. All level patient condition transfer accompany specialist okay. Then concluding paragraph. The accompanying persons should be aptly trained, competent, and experienced, and preferably should have done training in patient transfer, should have enough training in advanced cardiac life support, airway management, and critical care. So, accompanying person, the patient in the transfer the time, the persons in the aptly trained, then competent ആയിരിക്കണം അല്ലെ അവർക്ക് എല്ലാം ട്രെയിനഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ PDF കാണുന്നില്ല ടെക്സ്റ്റ് ഓക്കെ Okay. Then concluding paragraph. The accompanying person should be aptly trained, competent, and experienced, and preferably should have done training in patient transfer. So, we patient transfer accompanying person trained person transfer patient condition so experience trainee ആയിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചിലപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് അറിയില്ലായിരിക്കാം പല കാര്യങ്ങൾക്കും ഒരു അറ്റ്ലീസ്റ്റ് മെഡിസിൻ നൽകാനോ അല്ലെങ്കിൽ ഒരു മോശമാകുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അതിനെ ഇങ്ങനെ തരണം ചെയ്യണമെന്നുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കില്ല സോ ട്രെയിനഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ കൂടെ അക്കമ്പനി ചെയ്ത് വിടാൻ പാടുള്ളൂ Then, should have enough training in advanced cardiac life support. Cardiac life support airway management. In the airway management, airway. In the airway, airway
ETT പഠിച്ചോ? endotracheal tube. നമ്മൾ പറഞ്ഞു മൂക്കിൽ കൂടിയും വായിൽ കൂടിയും ട്യൂബ് ഒക്കെ ഇടുന്ന പേഷ്യൻസ് ഉണ്ട്. സോ ഈ ട്യൂബ് നമ്മൾ പോകുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്യാനും പറ്റും, അറിഞ്ഞിരിക്കണം അല്ലെ. അല്ലാതെ ഇതിനെ കുറിച്ച് അറിവില്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ ഈ ട്യൂബിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. സോ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഈ ട്യൂബിന്റെ പൊസിഷൻ ഒക്കെ മാറുകയാണെങ്കിൽ അത് കൃത്യമായിട്ടൊക്കെ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഈ എയർവേ മാനേജ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ കാർഡിയാക് ലൈഫ് സപ്പോർട്ട്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമായിട്ട് പോകുന്ന വ്യക്തിക്കാണെങ്കിൽ ചിലപ്പോൾ ഡിഫിബ്രിലേറ്റർ ഒക്കെ ആവശ്യമായിട്ട് വരും. സോ അത് വർക്ക് ചെയ്യിക്കാനൊക്കെ അറിവ് ഉണ്ടായിരിക്കണം. അതുപോലെ ക്രിട്ടിക്കൽ കെയർ അല്ലെ, അതായത് അറിയാം ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയിൽ വരുമ്പോൾ പരിചരണം കൊടുക്കാനായിട്ട് അറിയണം. സോ അവര് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ പേഷ്യൻസിന്റെ ഒപ്പം അക്കമ്പൈനിങ് ചെയ്യുക. ഓക്കെ. Then, if the physician is not available to shift unstable patient, then the provision of contacting physician concerned by transport tram should certainly be ready for service. അതായത് ഇപ്പോ മേ ബി പേഷ്യന്റിന്റെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമില് അൺസ്റ്റേബിൾ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അസ്ഥിരമായിട്ടുള്ള, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമില് ആ ടൈമിൽ ചിലപ്പോൾ ഫിസിഷ്യൻ അവൈലബിൾ അല്ല എങ്കിൽ the provision of contacting physician, ഫിസിഷ്യനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫിസിഷ്യനെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് the transport tram should certainly be ready for service. ട്രാൻസ്പോർട്ട് tram എന്താ ട്രാൻസ്പോർട്ട് tram എന്ന് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്പോർട്ട് tram അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് പേഷ്യന്റിനെ കൊണ്ടുവരാനും അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പേഷ്യൻസിലേക്ക് എത്തിക്കാനും ഡോക്ടേഴ്സിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഫിസിഷ്യൻ അവിടെ ഇല്ല എങ്കിൽ നമ്മളെ ഫിസിഷ്യൻ അവിടെ എത്തിക്കാനായിട്ടുള്ള ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ. ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മള് ലെവൽ 1, 2 and 3 ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, വായിച്ചു നോക്കാം. എളുപ്പമാണ് കേട്ടോ, മനസ്സിലാക്കി വായിക്കട്ടെ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ പാരഗ്രാഫ്? നെക്സ്റ്റ് വൺ നോക്കാം. ഈ എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ്. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഡ്രഗ്സ്, മെഡിസിൻസുകൾ, ദെൻ എന്തൊക്കെയാണ് ആ പേഷ്യൻസിനെ മോണിറ്ററൈസിങ് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ ഈ നെക്സ്റ്റ് നോക്കുന്നത്. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. മെഡിസിൻസുകൾ കൊടുക്കേണ്ടതും എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കുകയാണ് ക്ലാസ്. A proper inspection with the provision of all life-saving drug is compulsory for transfer of all patients with level 1, 2 and 3 critical care needs. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ലെവൽ 1, 2 and 3 പേഷ്യൻസ്, ലെവൽ 0 നമ്മൾ പറഞ്ഞു കൂടെ ആരും പോകേണ്ട, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത പേഷ്യൻസ് ആണ്. പക്ഷെ ലെവൽ 1ലും 2ലും 3ലും വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സേവിംഗ് ഡ്രഗ്സ്, ജീവൻ സുരക്ഷാ മരുന്നുകള് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ആ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. അവരുടെ ക്രിട്ടിക്കൽ കെയർ നീഡ് അനുസരിച്ച് അവരുടെ ആവശ്യത്തിനുള്ള അത്യാവശ്യം അറിയാലോ ഏതൊക്കെ മെഡിസിൻ ആയിരിക്കും അവർക്ക് വേണ്ടുന്നത്. സോ ലെവൽ 1 and 2, ലെവൽ 1ലും 2ലും 3ലുള്ള പേഷ്യൻസിന് ലൈഫ് സേവിംഗ് ഡ്രഗ്സുകൾ ആവശ്യമാണ്. അത് കമ്പൽസറി ആയിട്ട് നമ്മൾ കരുതിയിരിക്കണം. Then the transfer ambulance should be prepared with all the drugs and devices needed for air operation, then oxygenation, ventilation, hemodynamic monitoring and resuscitation.
അപ്പോ പിന്നെ വേണ്ട എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ആവശ്യമായിട്ടുള്ള ഡ്രഗ്സ് വേണം, മെഡിസിൻസുകൾ വേണം. ഡിവൈസസ് പറയുന്നത് എയർവേ ഓപ്പറേഷൻസ്, നമ്മൾ പറഞ്ഞല്ലോ ട്യൂബൊക്കെ ഇടുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്സിജനേഷൻ, ഓക്സിജൻ നമ്മൾ ഓക്സിജൻ കൊടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളും വേണം. ദെൻ വെന്റിലേഷൻ മീൻസ് നമ്മൾ ഇൻഹലേഷൻ കൊടുക്കുന്ന ഓക്സിജൻ ഉണ്ടായിരിക്കാം. ഹീമോഡൈനാമിക് മോണിറ്ററിംഗ്, ഹീമോഡൈനാമിക് എന്തുമായിട്ടാണ് ഹീമോഡൈനാമിക് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഹീമോഡൈനാമിക് ബ്ലഡ് സർക്കുലേഷൻ ചെക്ക് ചെയ്യുന്നതിനായിട്ടുള്ള മോണിറ്ററിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കണം. മീൻസ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഓക്കെ ആണോ പോകുന്നത്, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആളുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നോർമൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. Then resuscitation, പുനരുജ്ജീവനം മീൻസ് ഡിഫിബ്രിലേറ്റർ പോലുള്ള resuscitation എക്യുപ്മെന്റ്സുകളും ആവശ്യമാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് 1, 2 and 3 വരുന്ന പേഷ്യൻസിന് നമ്മൾ പറഞ്ഞു അവർക്ക് എന്ത് വേണം? ലൈഫ് സേവിംഗ് ഡ്രഗ്സ് വേണം, എക്യുപ്മെന്റ്സുകളും ആവശ്യമാണ്. ഓക്കെ, then second one നോക്കാം. Or the inspection needs to be confirmed before beginning of transfer together with the starting of infusion drugs. പേഷ്യന്റിന് നമ്മള് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ടൈമില് ഇൻഫ്യൂഷൻ ഡ്രഗ്സുകളൊക്കെ നൽകിയിരിക്കണം. എന്ത് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറഞ്ഞാല്? ഇൻഫ്യൂഷൻ ഡ്രഗ്സ് നമ്മള് ഇൻട്രാവീനിയസ് വഴി കൊടുക്കുന്ന മെഡിസിൻസുകൾ നമ്മൾ പറഞ്ഞല്ലോ 2 വർക്കിംഗ് കാനുലാസ് ഉണ്ടായിരിക്കണം. സോ ട്രാൻസ്ഫറിന് മുന്നായിട്ട് ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ കൊടുക്കുക. നമ്മൾ ഞരമ്പിലൂടെ നമ്മുടെ വെയിനിലൂടെ ഇടുന്ന വർക്കിംഗ് കാനുലാസ് ഉണ്ടല്ലോ, അതാണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറയുന്നത്. IV മെഡിസിൻസ്. ഓക്കെ, then the drug required for patient transfer involve ഇനി പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളുടെ കൈവശം, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആംബുലൻസിൽ ഉണ്ടായിരിക്കേണ്ട മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. വായിക്കുമ്പോൾ അതനുസരിച്ച് അണ്ടർലൈൻ ചെയ്യണം. അതായത് ഡ്രഗ്സുകൾ ഏതൊക്കെ മെഡിസിൻസ് ആണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. ഒരു ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പനിയിൽ നമ്മൾ കരുതിയിരിക്കേണ്ട മെഡിസിൻസുകൾ നോക്കുക, പേജുകൾ നോക്കുക കേട്ടോ. The drugs required for patient transfer involves muscle relaxants. അതായത് നമ്മുടെ പേശിയിലേക്ക് മസിൽ റിലാക്സന്റ് ചെയ്യുന്ന മെഡിസിൻസുകള്. സെഡേറ്റീവ് ആണ് നമ്മൾ സെഡേറ്റീവിലോട്ട് പോകുന്നത്. അതായത് ചിലപ്പോൾ വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു മയക്കത്തിലാവുന്ന ടൈമിൽ നമുക്ക് ആള് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തെത്തിക്കാനായിട്ട് സാധിക്കും. സോ സെഡേറ്റീവ്സ്. അനലജസിസ്, അനലജസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതുപോലെ തന്നെ പെയിൻ കില്ലറുകൾ, വേദന സംഹാരിയൊക്കെ ഉണ്ടല്ലോ, പെയിൻ കില്ലറുകൾ, കൂടിയ തോതിലുള്ള പെയിൻ കില്ലറുകള്. ഇൻഡ്രോപ്സ്, ഇൻഡ്രോപ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മള് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള മെഡിസിൻസുകൾ. എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ ഡോപാമിൻ പോലുള്ളത്, ഹാർട്ട് കോൺട്രാക്ഷൻ, ഹൃദയ സംബന്ധമായിട്ടുള്ള എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇപ്പൊ ഡോപാമിൻ പോലുള്ള മെഡിസിൻസുകൾ. ദെൻ അപ്പൊ ഇത്രയും മെഡിസിൻസ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അസോസിയേഷൻ ഡ്രഗ്സ്, പുനരുജ്ജീവനത്തിലുള്ള മെഡിസിൻസുകൾ. The person responsible to patient transfer should assure correct supplies of these emergency drugs. So കൂടെ അക്കമ്പനി ചെയ്ത പേഴ്സൺ ഈ മെഡിസിൻസുകൾ കൃത്യമായിട്ടുള്ള കറക്റ്റ് സപ്ലൈസ് കറക്റ്റ് അളവിൽ വേണം പേഷ്യന്റിന് നൽകുവാൻ. ഓക്കെ, some of these drugs may be needed to be prepared in pre-filled syringes before transfer. ചില ടൈമില് നമ്മള് ഈ ചില മെഡിസിൻസുകളൊക്കെ പ്രീഫിൽ ചെയ്ത് വെക്കണം. അതായത് പോകുന്ന ടൈമില് ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് പേഷ്യന്റിന് വശമാകുമ്പോൾ നമ്മൾ ഈ സിറിഞ്ചൊക്കെ എടുത്ത് റീഫില്ലൊക്കെ ചെയ്യാൻ ടൈം എടുക്കും. സോ നമ്മൾ പ്രീഫില്ല് നമ്മൾ ഒക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് മുൻപായിട്ട് ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ ഇൻട്രാവീനിയസ് വഴിയാണല്ലോ നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. സോ പ്രീഫില്ല് ചെയ്ത് വെക്കണം. സോ അത്രയും നമ്മൾ എന്താണ് വെരി കെയർഫുള്ളോട് കൂടി തന്നെയാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പോകുന്ന വഴി എന്തും സംഭവിക്കാം അല്ലെ, എന്തും സംഭവിക്കാം നമുക്കറിയാം. പക്ഷെ അതിനായിട്ടുള്ള എന്തൊക്കെയാണോ മുൻകരുതലുകൾ നമുക്ക് എടുക്കേണ്ടത് അതെല്ലാം പ്രിപ്പയർ നമ്മൾ ചെയ്തുകൊണ്ടാണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, റീഫിൽ വരെ നമ്മൾ ചെയ്ത് വെക്കുകയാണ്. കാരണം അത്രയും ടൈം വേസ്റ്റ് ആയി പോകാൻ പാടില്ല. പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ 1 സെക്കൻഡ് മതി റീഫിൽ ചെയ്യാൻ. എങ്കിലും നമ്മള് ആ പേഷ്യന്റിന് വേണ്ടി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മള് ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. സോ അത്രയും എന്താ ആ പേഷ്യന്റിനോടുള്ള ഒരു എന്താ പറയാ ഒരു കെയർ അല്ലെ. അപ്പൊ അത്രയും നമ്മള് റിഫിൽ വരെയും ചെയ്തിട്ടാണ് ഒരു പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ?
അസോസിയേഷൻ ഡ്രഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുനരുജ്ജീവനത്തിന് ഇപ്പൊ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാല് പെട്ടെന്ന് തന്നെ ഇപ്പൊ വേദന സംഹാരി എന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യുന്ന മെഡിസിൻസുകളൊക്കെ ഉണ്ടാകും. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസുകൾ. ഓക്കെ, ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആദ്യത്തെ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം, ദെൻ അടുത്ത 2 പോയിന്റ് പറയാം. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് 2 പോയിന്റ് ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇവിടെ പറയുന്നതേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ടൈമിൽ കൊണ്ടുപോകേണ്ട മെഡിസിൻസുകളെ കുറിച്ചും എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മോണിറ്റർ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ദെൻ ഒന്ന് വായിച്ചു നോക്കാം, എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വായിച്ച് മനസ്സിലാക്കാട്ടോ അറിയാം. അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻ കില്ലർ ഉണ്ടല്ലോ, വേദന സംഹാരിയായിട്ടുള്ള മെഡിസിൻസുകൾ. പെയിൻ കില്ലർ ഇപ്പൊ നമ്മൾ പെഫ്റ്റാളൊക്കെ പോലെ ഇപ്പൊ നമ്മൾ ശക്തമായിട്ടുള്ള വേദന, തലവേദനയോ അല്ലെങ്കിൽ മറ്റ് വേദനകൾ വരുമ്പോൾ നമ്മളിപ്പോ കഫ്റ്റാള് അങ്ങനെയുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ, അതുപോലുള്ള കുറച്ച് ഡോസ് കൂടിയ രീതിയിലുള്ള പെയിൻ കില്ലേഴ്സ്. അതായത് ഓരോ പേഷ്യൻസിന്റെയും അവസ്ഥ പല രീതിയിലായിരിക്കുമല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും വേദനയും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പെയിൻ കില്ലർ കൊടുത്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ഓക്കെ, 2 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും? ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കിംഗ് ക്യാനുകളിൽ കൂടി നമ്മുടെ ഞരമ്പിൽ കൂടി നൽകുന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, ഇൻട്രാവീനിയസ് വഴി കൊടുക്കുന്ന മെഡിസിൻസുകളാണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഇൻട്രാവീനിയസ് ക്യാനുലാസ് ഉണ്ടായിരുന്നു. സോ അതിലൂടെയാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്. അതിനെയാണ് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. Okay, then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. The minimal standard of inspection suggested for patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation, and temperature. Okay, അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ടൈമില് പേഷ്യൻസിന് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ, ECG ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുക, then blood pressure നോക്കണം, അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ, then temperature. ഇതെല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്തിരിക്കണം. The non-invasive blood pressure may be notably affected by the motion artifacts. അതായത് so it may be cautious to use invasive blood pressure inspection in selected subset of patients. Then ചില സമയത്ത് ചിലപ്പോൾ ബ്ലഡ് പ്രഷർ നമ്മൾ അക്രമമല്ലാത്ത നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ അത് ചിലപ്പോ ശരിയായിട്ടുള്ള രീതിയിൽ കിട്ടണമെന്നില്ലാണ്. എന്തുകൊണ്ടാണ്? അതായത് നമുക്കറിയാം നോട്ടബിളി അഫക്റ്റഡ് ബൈ മോഷൻ. മോഷൻ എന്ന് വെച്ചാൽ ചലനങ്ങൾ അല്ലെ. അതായത് നമ്മൾ മൂവ്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്തിരിക്കുന്ന ടൈമില് നമ്മളിത് ബ്ലഡ് പ്രഷർ നോക്കിയാണെങ്കിൽ മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ ആ ഒരു ഇമേജ് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല അല്ലെ. സോ അത് കറക്റ്റ് ആകില്ല. അതിനാൽ ബി കോഷ്യസ് ടു യൂസ് invasive blood pressure inspection in selected subset of patient. സോ നമ്മൾ ശ്രദ്ധയോടുകൂടി കൃത്യമായിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ഇപ്പൊ നമ്മൾ BP ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ BP നോക്കാറുണ്ട് അല്ലേ? അപ്പൊ BP നോക്കുമ്പോൾ നമ്മളോട് കറക്റ്റ് ഒരു പൊസിഷനിൽ ഇരിക്കുക, കൈ നമ്മൾ ഒരു ടേബിളിൽ വേണമെങ്കിൽ കൈ വെക്കാൻ പറയും അല്ലെ. ഒരു മോഷൻസ് ഒന്നും പാടില്ല, ചലനങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നമ്മൾ കൈ അവർ BP ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്ന് നടന്നുകൊണ്ടാണോ BP ചെക്ക് ചെയ്യുന്നത്? അങ്ങനെയാണോ?
അല്ല അല്ലേ? നമ്മൾ കൃത്യമായിട്ടും ആ ഒരു മോഷൻസ് ഒന്നും വരാൻ പാടില്ല. സോ ഇവിടെ പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മോഷൻസ് ചലനങ്ങളുണ്ട്. ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അളവോ ഇമേജോ കിട്ടില്ല. സോ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മൾ പേഷ്യൻസിന്റെ ഈ ബ്ലഡ് പ്രഷറും ഈ PCG ഒക്കെ എടുക്കുമ്പോഴും ചലനങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. മീൻസ് നമ്മള് ആംബുലൻസ് ആണെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ചലനങ്ങൾ ഇമേജസുകളിൽ നമുക്ക് കറക്റ്റ് ആകില്ലാണ്. അതിനാൽ ശ്രദ്ധയോടുകൂടി തന്നെ വേണം നമ്മൾ ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷൻസ് എടുക്കുക. ഓക്കെ, അതാണ് ആ പോയിന്റിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. All the inspection equipment should be secured accurately and should are placed at a below level of patient for uninterrupted inspection. ഇനി നമ്മള് പേഷ്യൻസിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ എല്ലാം ബിലോ ദ ലെവൽ ഓഫ് പേഷ്യന്റ്, അതായത് പേഷ്യൻസിന്റെ നിലവാരത്തിന് താഴെയായിട്ട് വേണം ഈ എക്യുപ്മെന്റുകൾ സ്ഥാപിക്കാൻ. കാരണം അൺഇൻറ്ററപ്റ്റഡ് ഇൻസ്പെക്ഷൻ, കാരണം പേഷ്യന്റിന് അത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. സോ പേഷ്യന്റ് കിടക്കുന്നതിന് താഴെയായിട്ട് വേണം ഈ എക്യുപ്മെന്റ്സുകൾ നമ്മൾ സ്ഥാപിക്കുവാൻ. The electrical devices must be functional on battery power with the provision of extra batteries during transfer. ഇനി നമ്മുടെ ബാറ്ററി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിൽ എക്സ്ട്രാ ബാറ്ററി കൂടി നമ്മൾ കരുതണം. കാരണം ചിലപ്പോൾ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ ബാറ്ററി ചാർജ് ഒക്കെ പവർ ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, എക്സ്ട്രാ ബാറ്ററി കൂടി കരുതണം. പോകുന്ന വഴിക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിർത്തി നമുക്കൊരു ബാറ്ററി വാങ്ങിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം എന്താണ്, പേഷ്യന്റിന് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അല്ലെ. സോ നമ്മൾ അതിനായിട്ടുള്ള ബാറ്ററീസ് കൂടെ എക്സ്ട്രാ കരുതിയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് നോക്കാം. Patient on ventilator must be shifted on portable transport ventilators with the provision of display of alarms associated with tidal volume, airway pressure, inspiratory expiratory ratio, inspired oxygen fraction and respiratory rate. ഇനി ഇപ്പോ പേഷ്യന്റ് ഒരു വെന്റിലേറ്ററിലായിട്ടുള്ള പേഷ്യന്റിന് നമ്മള് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററിലേക്കാണ് മാറ്റുന്നതെങ്കിൽ, അതായത് വെന്റിലേറ്റർ ആംബുലൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഹോസ്പിറ്റലില് എങ്ങനെയാണോ ഒരു വെന്റിലേറ്റർ ഇരിക്കുന്നത്, അതായത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു ആംബുലൻസിലും ഈ വെന്റിലേറ്റർ റൂം തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഈ വെന്റിലേറ്ററിലായിരിക്കുന്ന പേഷ്യൻസിനെ സെയിം ആ ഒരു വെന്റിലേറ്ററിലൂടെ തന്നെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. സോ ഇങ്ങനെയുള്ള ഒരു വെന്റിലേറ്റർ ആംബുലൻസിൽ നമ്മള് ഡിസ്പ്ലേ ഓഫ് അലാം അസോസിയേറ്റഡ് അലാം ഉണ്ടായിരിക്കണം. അതായത് അലാം എന്ന് വെച്ചാൽ അറിയാലോ എന്താ അലാം എന്ന് പറയുന്നത്? നിങ്ങള് ഫിലിമിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ? അവർ അലാം സെറ്റ് ചെയ്തിട്ടുണ്ടാകും. പേഷ്യന്റ് കിടകളായിട്ട് തൊട്ട് മുകളിലായിട്ട് ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് വേവും പോലെ നമ്മള് അല്ലെ മീൻസ് നമ്മള് തരംഗങ്ങൾ പോലെ കാണും. അതിനകത്ത് ഇങ്ങനെ ബീം സൗണ്ട് ഒക്കെ അടിക്കും. ആ ഒരു വേരിയേഷൻ ഒക്കെ കൂടുതലും കുറയുന്നതും അനുസരിച്ചിട്ട് എന്താണ് ബീം സൗണ്ടുകളൊക്കെ ഉണ്ടാക്കും. കണ്ടിട്ടില്ലേ? ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല. എല്ലാ മിക്ക സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഫിലിമിലൊക്കെ അറിയാലോ. ആ ഒരു ബീം സൗണ്ട് ഒക്കെ ഉണ്ടാക്കും അല്ലേ? അതാണ് ഈ ടൈഡൽ വോളിയം അലാംസ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എയർവേ പ്രഷർ, നമ്മൾ ട്യൂബൊക്കെ എടുക്കുന്ന സംഭവം ഉണ്ടായിരിക്കാം. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ, ശ്വാസത്തിന്റെ റേഷ്യോ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഓക്സിജൻ ഫ്രാക്ഷൻ, ഓക്സിജന്റെ സാച്ചുറേഷൻ റേറ്റും നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ്, നമ്മുടെ ശ്വസന നിരക്ക് നമ്മൾ വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയുമാണ് എക്യുപ്മെന്റ് പ്രൈസ് ആൻഡ് മോണിറ്ററിംഗ് പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. തേർഡ് ആൻഡ് ഫോർത്ത് ഫിഫ്ത്ത് 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ രീതിക്കാണ് നമുക്ക് വായിച്ചു പോകാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ എക്സ്ട്രാ ഒന്നും എക്സാമ്പിൾ വെച്ച് പറയാനൊന്നും ഇല്ല. പോയിന്റ് ആണ്. ചിലപ്പോൾ ഇച്ചിരി ബോറിംഗ് തോന്നി കാണും കേട്ടോ. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതാണത് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വായിച്ചത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, കുറച്ച് ടഫ് എന്നല്ല, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണത്. ആണോ? കുഴപ്പമില്ല. ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെ ആണോ? ഓക്കെ, കുറച്ച് ഇച്ചിരി ബോറിംഗ് കാര്യങ്ങൾ, ബോറിംഗ് അല്ല നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഇച്ചിരി കൂടുതലുണ്ടെന്നുള്ളു. ഓക്കെ, ആ കുറച്ച് ബോറിംഗ് ഉണ്ട്, അതെനിക്ക് അറിയാം.
നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പറയാറില്ലേ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അത് ഇച്ചിരി പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3rd and 4th മൊഡ്യൂൾ ആണ്. 1st 2nd എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകൾ ഏതൊക്കെയാണ് അല്ലെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ 3rd and 4th വന്നപ്പോ കുറച്ചും കൂടെ നമ്മുടെ ലെവൽ വേറെ മാറി അല്ലേ? അപ്പൊ അതനുസരിച്ചിട്ട് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കാനുണ്ട്. ചില ചാപ്റ്റേഴ്സുകൾ എന്നൊക്കെ പറയുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ് എങ്കിലും കുറച്ചും കൂടി കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളുണ്ട്. സോ ഈ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നിയേക്കാം. ദെൻ നമ്മളുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്കുകൾ കുറച്ച് നമുക്ക് 3rd and 4th വരുന്നുണ്ട്. ഓക്കെ, ദെൻ എഫേർട്ട് എടുക്കുക, നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടത് എഫേർട്ട് എടുത്ത് തന്നെ വായിക്കാം. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഓക്കെയാണ്, പിന്നെ മറന്നു പോകും, സ്വാഭാവികമാണല്ലോ അല്ലെ? ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ ഉണ്ടാകും, പിന്നീട് മറന്നു പോകും. സോ മറന്നു പോകുന്നതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? എന്താ സൊല്യൂഷൻ മറന്നു പോകുന്നതിന്? എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഇടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്യാം, റിവൈസ് ചെയ്യാം. അതാണ് എടുക്കുന്നത്, അന്ന് തന്നെ പഠിച്ചു പോയാൽ അത്രയും നല്ലത്. ദെൻ വീണ്ടും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്യാം, വായിക്കാം, മനസ്സിലാക്കി വായിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോട്, എങ്കിലും ഞാൻ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം എന്ന് പറയാറില്ല. എല്ലാ ബാച്ചുകാരോട് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് എന്താണ് ബൈഹാർട്ട് ചെയ്ത്, ചെറിയ പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ ബൈഹാർട്ട് ചെയ്തൊക്കെ പഠിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കഥ പോലെയൊക്കെ നമ്മൾ പഠിക്കൂലേ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ? പഠിക്കാറില്ല അങ്ങനെ? കഥ പോലെയൊക്കെ പഠിക്കാറുണ്ടോ? അല്ലെങ്കിൽ ചെറിയൊരു കോഡൊക്കെ വെച്ച് നമ്മൾ PSC ഒക്കെ പഠിക്കുമ്പോൾ കോഡൊക്കെ വെച്ച് പഠിക്കില്ലേ? അതുപോലെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകുക. അപ്പൊ നിങ്ങൾ മറക്കില്ല. ഓക്കെ, കണ്ടിന്യൂ വായിച്ചു നോക്കുക കേട്ടോ. മനസ്സിലാവുന്നത് പറഞ്ഞപ്പോ പറഞ്ഞതാണേ. ഓക്കെ, വായിച്ചു നോക്കാം. 3 പോയിന്റ് വായിക്കാം കേട്ടോ. ഒരു സെക്ഷനും കൂടി ഉള്ള ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സെലക്ടഡ് സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് ഉദ്ദേശിക്കുന്നതേ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് മാത്രം അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് എല്ലാ പേഷ്യൻസിനും ചെയ്യുകയില്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കേണ്ടതായിട്ടുള്ള പേഷ്യന്റ് ഉണ്ടാവുമല്ലോ. അവരുടെ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് അവർക്ക് അത് കൃത്യമായിട്ട് മൂവ്മെന്റ്സ് ഒക്കെ വരാത്ത രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബ്ലഡ് പ്രഷർ തന്നെ നോക്കാം. ഇമേജ് മൂവ്മെന്റ്സ് ഒക്കെ ഇല്ലാത്ത ടൈമില്, അധികം ഭയങ്കര മൂവ്മെന്റ്സ് ഇല്ലാത്ത ടൈമിലൊക്കെ ചെക്ക് ചെയ്യുക. Okay, then next is special consideration. If the patient requires an ambulance to take him to another facility, make arrangement for transportation with social services administration. If patient requires ambulance to take him to another facility,
പേഷ്യന്റിന് മറ്റൊരു അനദർ ഫെസിലിറ്റി, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ആംബുലൻസ് ഫെസിലിറ്റി ആവശ്യമാണെങ്കിൽ make arrangements for transportation with social services administration. ഇല്ലേ, അതായത് ഇപ്പൊ ആംബുലൻസ് ആവശ്യമാണെങ്കിൽ മറ്റ് നമ്മൾ അതിനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെന്റ്സ് ഒരുക്കി കൊടുക്കണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെയോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് നമുക്കറിയാം ഇപ്പൊ ആംബുലൻസ് സൗകര്യം എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള പല സംഘടനകളുടെയും ആംബുലൻസുകളൊക്കെ ഉണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ കാണാറുണ്ട് പല സാമൂഹ്യ അല്ലെ, ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ആംബുലൻസുകൾ? ഇപ്പൊ സേവാഭാരതി അല്ലെ, അല്ലെങ്കിൽ മർച്ചന്റ് അസോസിയേഷൻ, ചാരിറ്റിയുടെ അല്ലെ, അങ്ങനെയുള്ള പല പല രീതിയിലുള്ള സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ട്രാൻസ്പോർട്ടുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. മേക്ക് ഷുവർ ദാറ്റ് the necessary equipment is gathered to provide care in the course of transport. Then transport ടൈമിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. ലാസ്റ്റ് വൺ പറയുന്നത് ഡോക്യുമെന്റേഷൻ. അതായത് നമ്മൾ ഒരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻസിനെ കുറിച്ചൊക്കെയാണ് ഇനി പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. ഓർക്കൊക്കെ നമുക്ക് മാറ്റാൻ കുഴപ്പമില്ല. ഈ ഒരു സെക്ഷൻ കൂടി കഴിഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഡോക്യുമെന്റേഷൻ നോക്കാം. The authentication of patient transfer is most significant but often missed as part of transfer. Underline ചെയ്യാം കേട്ടോ. Authentication എന്നുള്ളത് underline ചെയ്യാം. Authentication. The authentication of patient transfer is most significant. അപ്പോ എന്താണ് ഒതന്റിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറയാ? ഒതന്റിക്കേഷൻ ആധികാരികത അല്ലെ. ആധികാരികത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ പറയുക? അതായത് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിലൊരു ആധികാരികത ഉണ്ടായിരിക്കണം. ബട്ട് ഓഫ്റ്റൻ മിസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ട്രാൻസ്ഫർ. പക്ഷെ ചില സമയങ്ങളിൽ ഈ ആധികാരികത നഷ്ടപ്പെടാറുമുണ്ട്. അപ്പോ എന്താണ് ആധികാരികത? കണ്ടീഷൻ ഓഫ് പേഷ്യന്റ് ആണോ ആധികാരികത ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചുമ്മാ ഒരു പേഷ്യന്റിന് നമ്മളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആംബുലൻസ് വന്നു അപ്പൊ തന്നെ വേഗം പേഷ്യന്റിനെ കയറ്റി ട്രാൻസ്ഫർ ചെയ്യുകയാണോ ചെയ്യുന്നത്? ആണോ? നമ്മൾ ആദ്യം പഠിച്ചു ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. കൺസെന്റ് വാങ്ങിക്കണം, റിട്ടേൺ ഡോക്യുമെന്റ് വേണം അല്ലെ, കൺസെന്റിൽ സൈൻ ചെയ്യണം, അതുവരെ കൊണ്ടിട്ടുള്ള പേഷ്യന്റിന്റെ മെഡിക്കൽ സമ്മറി, മെഡിക്കൽ റിപ്പോർട്ട് ഇല്ലേ, ഇതെല്ലാം വേണം. സോ ആധികാരികത എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്, വെരിഫൈങ് ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ ശരിക്കും ഒരു പ്രിപ്പയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് അല്ലേ. അതാണ് ഒതന്റിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, അത് നഷ്ടപ്പെടാൻ പാടില്ല. അതായത് പേഷ്യന്റിന് ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രീ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ബില്ലൊക്കെ പേയ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യാം, മെഡിസിൻസ് വാങ്ങിക്കാനുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ ഡോക്ടേഴ്സിന്റെ ഡോക്യുമെന്റ്, ഇപ്പൊ അതിലെ കൺസെപ്റ്റിലൊക്കെ സൈൻ ചെയ്യണം. ഓക്കെ, റിട്ടേൺ ഡിക്ലറേഷൻ വാങ്ങിക്കണം. ഇതൊക്കെ ഒരു സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആധികാരികത ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, the authentication should always be obvious at all stages of transfer. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേജിലും ഈ ഒരു സ്ട്രക്ചറും പ്ലാനിങ്ങും ഉണ്ടായിരിക്കണം. Since it was only legal report that the patient was transferred. ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തത് ശരിക്കും ഒരു ലീഗൽ റിപ്പോർട്ടാണ്. നമ്മളൊരു റിട്ടേൺ ഡോക്യുമെന്റ് കൊടുക്കുമല്ലോ, ഡിക്ലറേഷൻ, ഒരു ലീഗൽ റിപ്പോർട്ടാണ്. So it must consist of patient's condition. So ഈ ലീഗൽ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്? പേഷ്യന്റ് കണ്ടീഷൻ, reason to transfer, name and designation to referring and receiving clinicians. പേഷ്യന്റിന്റെ കണ്ടീഷൻ, കാരണം എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്, then designation, ഏത് ഹോസ്പിറ്റലിൽ നിന്നും ഏത് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, റിസീവിംഗ് ക്ലിനീഷ്യൻസ്, നമ്മൾ റിസീവ് ചെയ്യുന്ന ഇവിടുത്തെ ഡോക്ടറുടെ പേര്, ഏത് ഡോക്ടർക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ക്ലിനീഷ്യൻസിന്റെ ഡീറ്റെയിൽസും, അതുപോലെ ഇമ്പോർട്ടന്റ് സയൻസ് സ്റ്റാറ്റസും, ട്രാൻസ്ഫർ ക്ലിനിക്കൽ ഇവന്റ്സ്, നമ്മൾ അതുപോലെ ചിലപ്പോൾ പോകുന്ന ടൈമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കൽ ഇവന്റ്സ്, ഇതെല്ലാം ട്രീറ്റ്മെന്റ്സ്, അതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ, ഇതെല്ലാം നമ്മളുടെ ആ ഒരു ലീഗൽ റിപ്പോർട്ടിൽ എഴുതിയിരിക്കണം. ഓക്കെ,
ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് ഓക്കെ ആണോ? ഫസ്റ്റ് രണ്ട് പോയിന്റുകൾ അത് വായിച്ചു നോക്കി. ഫസ്റ്റ് രണ്ട് പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം. ഞാൻ വായിക്കാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത് പറയുന്നത്. ഒന്നുകൂടെ പറയണം. രണ്ടാമത്തത് ഫസ്റ്റ് വൺ പറയാം. അതായത് ഒരു പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഒതന്റിക്കേഷൻ ഉണ്ടായിരിക്കണം, ഒരു ആധികാരികത വേണം. ആധികാരികത എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചർ ആയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. പ്ലാൻ ചെയ്യാൻ വെച്ചാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതിന് ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറിന്റെ റിട്ടേൺ ഡിക്ലറേഷൻ വേണം. ബില്ലൊക്കെ പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡ്യൂ ആയിട്ടുള്ളതൊക്കെ പേയ്മെന്റ് ഒക്കെ ചെയ്യാം. അതുവരെയുള്ള പേഷ്യൻസിന്റെ റിപ്പോർട്ട്സ് വാങ്ങിക്കണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒരു സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ചെയ്യണം. ഇതാണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ആധികാരികത. ഓക്കെ. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഈ ഒരു ആധികാരികത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ളത് ഒരു ലീഗൽ റിപ്പോർട്ടാണ്, റിട്ടേൺ ഡിക്ലറേഷൻ ആണ്. സോ അതില് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ കണ്ടീഷൻ, റീസൺ ടു ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണം, ട്രാൻസ്ഫർ നെയിംസ്, ഏത് ഹോസ്പിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിന്റെ പേര്, ഏത് ഡോക്ടറെയാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ആ ഡോക്ടറിന്റെ പേര്, ഡീറ്റെയിൽസ്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, ഇമ്പോർട്ടന്റ് സയൻസ് ബിഫോർ ദ ട്രാൻസ്ഫറിന് മുന്നിലുള്ള സയൻസുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഡോക്ടർ സൈൻ ചെയ്യും ഡിക്ലറേഷനില്ല. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സ്, ചികിത്സയുടെ ഭാഗങ്ങളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ, അതുപോലെ തന്നെ ഇവന്റ്സുകൾ. ഇനി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായോ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്തെങ്കിലും വഷളാവുകയോ മറ്റും ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള ഇവന്റ്സുകൾ. ഓക്കെ, ക്ലിയർ ആണോ? രണ്ട് പോയിന്റ് ഇനി വായിച്ചു നോക്കി. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത വായിച്ച പോയിന്റ്. ഇവിടെ ഇമ്പോർട്ടന്റ് സയൻസ് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടന്റ് സയൻസ് ബിഫോർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങളും ആകാം. അതോടൊപ്പം തന്നെ നമ്മൾ ഡോക്യുമെന്റിൽ സയൻസ് കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. രണ്ടും വരാം. ഓക്കെ, ട്രാൻസ്ഫറിന് മുന്നേ ഉള്ള സയൻസുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടോ, അതോടൊപ്പം തന്നെ രണ്ടും പറയാം. ഇത് എന്താണെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടില്ല. രണ്ടും മേ ബി ഇൻക്ലൂഡഡ് ആണ്. കാരണം ഡോക്ടറിന്റെ സൈൻ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഡോക്ടറിന്റെ സൈനും അതുപോലെ തന്നെ മറ്റ് രോഗലക്ഷണങ്ങളും പേഷ്യൻസിന്റെ. ഓക്കെ, അപ്പൊ അത് സെപ്പറേറ്റ് ചെയ്തിട്ടും പറഞ്ഞിട്ടില്ല. ഇമ്പോർട്ടന്റ് സയൻസ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഡോക്ടറിന്റെ സൈൻ ആവാനാണ് കൂടുതൽ ചാൻസ്. കാരണം ക്ലിനീഷ്യൻസ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. Then അടുത്ത പോയിന്റ് നോക്കാം. A standardized testimony should be used and sustained both for intra and inter-hospital transfer. Underline ചെയ്യാം. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി നമ്മള് ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും ഇന്റർ ട്രാൻസ്ഫർ ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്കുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി ആവശ്യമാണ്. എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാകും. സാക്ഷിപത്രം എന്ന് പറയും. നമ്മൾ ഈ കൺസെപ്റ്റ് പോലെ തന്നെ എഴുതി ഒപ്പിട്ട് കൊടുക്കുമല്ലോ, അതായത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സമ്മതപത്രം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ട്രാൻസ്ജെൻഡൻസ് എക്സാമിൽ അത് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, the legal papers should be used for audit purpose for investigating defects in the patient transfer. പേഷ്യന്റിന്റെ ട്രാൻസ്ഫറിന്റെ ലീഗൽ പേപ്പേഴ്സ് ഓഡിറ്റിനു വേണ്ടി ഉപയോഗിക്കുന്നു. There should be an official handing over and the receiving facility between the transfer team and receiving team
who include doctors and nurses. ഒരു ഒഫീഷ്യൽ ഹാൻഡ് ഓവർ ആണ് നമ്മുടെ പേഷ്യന്റിന് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടുത്തെ ഹോസ്പിറ്റൽ ടീമും ഡോക്ടേഴ്സും ചേർന്നിട്ട് അവിടെയുള്ള പുതിയൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലോട്ട് അവിടുത്തെ ഡോക്ടറും അതുപോലെ നഴ്സസും വന്നിട്ടാണ് റിസീവിംഗ് നമ്മുടെ പേഷ്യന്റിനെ സ്വീകരിക്കുന്നത്. The different reports of clinical investigations and diagnostic studies should be transferred to acquired team. നമ്മൾ സ്വീകരിക്കുന്ന ടീമിന് പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും മറ്റു ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ടെസ്റ്റ് റിപ്പോർട്ടുകളും മറ്റും നമ്മൾ സ്വീകരിക്കുന്ന അക്വയറിംഗ് ടീമിന് നൽകിയിരിക്കണം. ബാക്കി ചികിത്സ നൽകുന്നത് അവരാണല്ലോ. സോ അതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളും അതോടൊപ്പം തന്നെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ എല്ലാം നമ്മൾ അവർക്ക് കൈമാറണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഡോക്യുമെന്റേഷൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫുൾ ആയിട്ട് 4 പോയിന്റും ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നമ്മളുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ചാപ്റ്ററോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഉണ്ട്, ഇൻട്രാ ആൻഡ് ഇന്റർ. ഇന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ട്രാൻസ്ഫർ ആണ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. Then the main aim in such all shifting is to maintain continuity of medical care. എല്ലാ ഷിഫ്റ്റിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ കെയറിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. Then ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കേട്ടോ. എന്തായിരുന്നു ഡെഫിനിഷൻ? ട്രാൻസ്ഫർ എന്ന് പറയുന്നത് defined as preparing patient, completing requisite records and shifting patient to another department within the hospital to or another hospital or home. അല്ലെങ്കിൽ നമുക്ക് എന്താണ് കംപ്ലീറ്റ് പേഷ്യന്റിന് നല്ലൊരു മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റുന്നതിനെയാണ് എന്താണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പർപ്പസുകൾ പോയിന്റ് പഠിക്കണം. Then types of transfer of patient. Very important question ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും എപ്പോഴും ചോദിക്കാറ് കേട്ടോ. ഫ്രം ജനറൽ വാർഡ് ടു ICU. ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് വാർഡിൽ നിന്നും ICUലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇന്റേണൽ. Then ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ. ഓക്കെ, അപ്പൊ അവിടെ പഠിക്കുമ്പോ എപ്പോഴും എന്ത് വേണം? എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ട്രാൻസ്ഫർ വിത്തിൻ ഫെസിലിറ്റിയിൽ ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ്? പോയിന്റ്സുകൾ മനസ്സിലാക്കി വായിക്കാം. എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ടുള്ളത്. ഡിസിഷൻ ടു ട്രാൻസ്ഫർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞു. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടറാണ് ഡിസിഷൻ എടുക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. നമ്മള് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഡിസബിലിറ്റി. എയർവേയിൽ നമ്മൾ പഠിച്ചു ETT, endotracheal tube. ഓക്കെ, ബ്രീത്തിങ്ങിൽ നമ്മൾ പഠിച്ചു ചെസ്റ്റ് ഡ്രെയിൻ. ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ സ്ഥാപിക്കുന്നത്. ദെൻ നമ്മള് ഡിസബിലിറ്റിയിൽ പഠിച്ചു GCS. ഫുൾ ഫോം എന്തായിരുന്നു? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് 3 ടൈപ്പ് പഠിച്ചു. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, MICU. അപ്പൊ ഓരോന്നിനും പ്രത്യേകതകൾ പഠിക്കാം.
എയർ ട്രാൻസ്പോർട്ട്. അപ്പൊ എയർ ട്രാൻസ്പോർട്ടിൽ നമ്മൾ പ്രത്യേകം പഠിച്ചു ഓർഗൻ ട്രാൻസ്പ്ലാന്റിന്റെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് എയർ ട്രാൻസ്പോർട്ട് ആണ്. ഓക്കെ, എയർ ട്രാൻസ്പോർട്ടിന്റെ ബെനിഫിറ്റ്സുകൾ നോക്കി വെക്കുക, പോയിന്റ്സുകള്. വീണ്ടും ലെവൽ 0, 1, 2 and 3 ലുള്ള പേഷ്യൻസിന്റെ പ്രത്യേകതകൾ നോക്കാം. എക്യുപ്മെന്റ്സും ഡ്രഗ്സുകളും നമ്മൾ ഇന്ന് പഠിച്ച പോയിന്റ്സുകളാണ്, മനസ്സിലാക്കി നിങ്ങൾ വായിക്കുക. ഡോക്യുമെന്റേഷൻസിൽ ഒതന്റിഫിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന് പഠിച്ചു. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് മണി, ഈ രണ്ട് കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻസിൽ ഓർത്തിരിക്കുക. നിങ്ങൾ ബാക്കിയുള്ളത് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ വരുന്നത്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ ആണോ? ഇച്ചിരി പഠിക്കാൻ ബുദ്ധിമുട്ട് ഇല്ലാതെ ഞാൻ പറയണില്ല, കാരണം നമ്മൾക്ക് അറിയാത്തൊരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് അറിയാം അല്ലെ. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പുറമെ ഇങ്ങനെയുള്ള കുറെ കണ്ടീഷൻസും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഉണ്ടെന്ന് ഇപ്പോഴല്ലേ നിങ്ങൾ മനസ്സിലാക്കിയത് ആണോ? കുറച്ച് പേർക്ക് അറിയാൻ പറ്റും കേട്ടോ. എങ്കിലും ഇങ്ങനെ അതിന്റെ പിന്നില് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ പുതിയൊരു അറിവാണ്. ഈ അറിവൊന്നും മനസ്സിലുണ്ടായിരിക്കണം. എക്സാമിന് വേണ്ടി പഠിച്ചു ജയിക്കാൻ മാത്രമല്ല. ഓക്കെ, നമ്മുടെ ലൈഫിലും ഇത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ ആരുടെയെങ്കിലും ഇതുപോലെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന ടൈമില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും മറ്റുള്ളവരോട്. നിങ്ങൾ അവർ പറയാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങള്. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾ പഠിച്ചതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഒന്നും പറയാറില്ല ആരും. നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ പഠിച്ചതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പറയണം, കാരണം നമ്മൾ പഠിക്കണല്ലേ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു സന്തോഷം തോന്നാറില്ലേ? ഇപ്പൊ നമ്മള് എന്റെ എക്സാമ്പിൾ പറയാൻ പറ്റിയ ബയോമെഡിക്കൽ വേസ്റ്റിലൊക്കെ പഠിച്ചല്ലോ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ അതൊക്കെ മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കളർക്കോടൊക്കെ, പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മളിപ്പോ പഠിച്ചത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഇത് ഞാൻ പഠിച്ചതാണല്ലോ എന്നൊക്കെ ഒരു ഓർമ്മ കിട്ടും. കിട്ടാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാട്ടോ ഇനി പോകുമ്പോ. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് വെറുതെ ആവരുതല്ലോ. നോക്കാറുണ്ട്. ഓക്കെ, നോക്കാറില്ലാത്തവരാണെങ്കിലും നോക്കാം. നമുക്ക് ജോലി വേണം, അതാണ് നമ്മുടെ ലക്ഷ്യം. എങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നോക്കാം. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കഴിഞ്ഞ് ഇനി നമുക്ക് വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് CSST കണ്ടു. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് കാണാം ഒരു ഡിപ്പാർട്ട്മെന്റ്, ചിലപ്പോൾ നമുക്ക് പുതുതായിട്ട് അറിയുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റലിനുള്ളിലെ പബ്ലിക് റിലേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഞാൻ ചാപ്റ്ററിനെ കുറിച്ച് ചെറിയൊരു എന്താ പറയാ ഒരു ഔട്ട്ലൈൻ തരാം. വേറൊന്നുമല്ല, പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്കാക്കാം, അല്ലാതെയും കണക്കാക്കാം. കാരണം നമുക്കറിയാം, ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു PROന്റെ ഒരു സെക്ഷൻ ആണ്. ഓക്കെ, എന്താണ് നമ്മൾ ഔട്ട് പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റ് റേഡിയോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം അതുപോലുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ല. ഇത് കുറച്ചും കൂടി എന്താ പറയാ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണെന്ന് പറയാം അല്ലെ, പബ്ലിക് റിലേഷൻസ്. അപ്പോ ഇതിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളല്ല വരുന്നത്. ഓക്കെ, മറിച്ച് കുറച്ചും കൂടി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം അല്ലാതെ ഞാൻ ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ മാത്രം വെറുതെ ഇങ്ങനെ വായിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സോ നല്ല രീതിയിൽ എന്റെ ഒപ്പം തന്നെ നിങ്ങളും കോപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് ബോറിംഗ് ആയിട്ട് തോന്നും. സോ നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ, നമ്മളുടെ ചുറ്റുപാടത്ത് നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ കാണുന്ന കാര്യങ്ങളും പൊതുവായിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൂടി കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ പഠിക്കാനായിട്ട്? വലിയ കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. അല്ലാതെ നമ്മൾ ഇതുവരെ മാത്രം ഒതുങ്ങി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറായിരിക്കും. കാരണം ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആണല്ലോ. ഓക്കെ, എളുപ്പമാണോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ പഠിച്ചെടുക്കാം. ഓക്കെ,
ജസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. പബ്ലിക് റിലേഷൻസ് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ ആർക്കാണ്? ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് റോൾ ആർക്കാണ്? ഹോസ്പിറ്റലിൽ ഇമ്പോർട്ടന്റ് റോള് ആർക്കാ? ഹോസ്പിറ്റലിന് ഇമ്പോർട്ടന്റ് റോള് പേഷ്യൻസിനാണ് അല്ലെ? ദാറ്റ് ഈസ് പബ്ലിക്. പബ്ലിക്കിനാണ് അവിടെ ഇമ്പോർട്ടന്റ് റോള്. ഡോക്ടേഴ്സും സ്റ്റാഫും നഴ്സും എല്ലാവരും തന്നെ ഉണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് വന്നാലല്ലേ ആ ഒരു ഹോസ്പിറ്റൽ റണ്ണിങ് ആവുള്ളൂ. ചുമ്മാ ഡോക്ടേഴ്സും നഴ്സും സ്റ്റാഫുകളും മാത്രം ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ റണ്ണിങ് ആകുമോ? ഇല്ല. സോ പേഷ്യന്റ് അല്ലെങ്കിൽ പബ്ലിക്കിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ നൽകുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പബ്ലിക് റിലേഷൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. സോ ഈ പബ്ലിക് റിലേഷൻ എന്നുള്ള ഒരു വാക്ക് തന്നെ എന്താ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടാണ് പഠിക്കാനുള്ളത്. എഡ്വേർഡ് ബെർണൈസ്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച്? ആരും കേട്ടിട്ടില്ല? എഡ്വേർഡ് ബെർണൈസ് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. കുഴപ്പമില്ല. ദെൻ മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയാം, സിഗ്മണ്ട് ഫ്രോയിഡ്. കേട്ടിട്ടുണ്ടോ ഫ്രോയിഡിനെ കുറിച്ച്? സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരുമില്ല. സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സൈക്കോളജി മനഃശാസ്ത്രത്തിലുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു കസിൻ ആണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ളത് എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചാണ്. എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ പബ്ലിക് റിലേഷൻ കൊണ്ടുവന്നത്. സോ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ഓക്കെ, ഇനി എവിടെയും ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? എഡ്വേർഡ് ബെർണൈസ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിൽ പറഞ്ഞോ? എഡ്വേർഡ് ബെർണൈസ് എന്നുള്ള ഒരു പേര് പബ്ലിക് റിലേഷൻ എന്നൊരു ആശയം കൊണ്ടുവന്നത് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ഓക്കെ, ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ളൂ. 1891 അദ്ദേഹം ജനിച്ചത്. 1995 ആയപ്പോഴേക്കും അദ്ദേഹം മരിച്ചു. 104 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. എഡ്വേർഡ് ബെർണൈസ്, ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു രീതിയിൽ പറഞ്ഞുതരാം. അമേരിക്കയിലാണ് ഇവർ ജനിച്ചത്. അമേരിക്കയിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അമേരിക്കയിലെ വിയറ്റ്നാമിലായിരുന്നു. ദെൻ അദ്ദേഹത്തിന്റെ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർഷകനൊക്കെ ആയിരുന്നു. അവർക്ക് കൃഷിപ്പണിയും അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു കർഷക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. ദെൻ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്തിട്ട് ധാന്യങ്ങളും മറ്റും നമ്മള് എന്താ പറയാ മാർക്കറ്റിലെ ചന്തയിലൊക്കെ കൊണ്ട് വിൽക്കുന്ന അതായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ. ബിസിനസ് ആയിരുന്നു. ഇവര് വ്യാപാരികളായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ. ദെൻ അപ്പോ ഇദ്ദേഹവും എന്ത് ചെയ്തു? ഇദ്ദേഹം കൃഷി സംബന്ധമായിട്ടുള്ള അഗ്രികൾച്ചറിലാണ് ആദ്യം പഠനം ആരംഭിച്ചത്. അഗ്രികൾച്ചറിന്റെ ഒരു കോഴ്സ് ഒക്കെ ചെയ്ത് പഠിച്ചു. ദെൻ ആ കോഴ്സിന് ശേഷം അദ്ദേഹം കുറെ നാള് കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ജോലിയിലൊന്നും പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഈ അച്ഛൻ്റെ ഒപ്പം ബിസിനസ്സിൽ കൂടാനായിട്ട് വന്നു. ബിസിനസ്സിൽ കൂടാനല്ല, അച്ഛൻ്റെ ഒപ്പം ഒരു സഹായിയായിട്ട് ഈ ചന്തയില് ഇതൊക്കെ ഈ ധാന്യങ്ങളുടെ ബിസിനസ് ആയിരുന്നു. സോ അച്ഛൻ്റെ ഒപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? ധാന്യങ്ങളൊക്കെ കൂടാനായിട്ട് കച്ചവടത്തിനായിട്ട് വന്നു. അപ്പോഴാണ് ഈ കച്ചവടത്തെ കുറിച്ച് ഇദ്ദേഹം കൂടുതലായിട്ട് പഠിക്കുന്നത്. ഈ കച്ചവടം നമ്മള് ആളുകളും അല്ലെങ്കിൽ ആ അച്ഛനും അല്ലെങ്കിൽ വരുന്ന കടയിലോട്ടുള്ള കസ്റ്റമേഴ്സും തമ്മിലുള്ള റിലേഷനൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചിന്ത തോന്നി, ഈ പബ്ലിക് റിലേഷൻ അല്ലെ, അല്ലാതെ നമ്മള് ഈ കച്ചവടക്കാരൻ അങ്ങനെയുള്ള ഒരു റിലേഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹം ഒരു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഈ പബ്ലിക് റിലേഷൻ എന്നുള്ള ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ദെൻ ആ സമയത്ത് ഫസ്റ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അവിടെ ആ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് കോഴ്സ് ആണ് PR കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഫസ്റ്റ് ബാച്ചിൽ അദ്ദേഹം ജോയിൻ ചെയ്ത് പഠിച്ചു. ദെൻ അദ്ദേഹം പഠിച്ചു, അവിടുന്ന് നല്ലൊരു ജോലിയിലേക്ക് കയറി. പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ അതായത് പ്രമുഖന്മാരിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അദ്ദേഹം പബ്ലിക് റിലേഷനെ കുറിച്ച് ഒരു ബുക്ക് സ്വന്തമായിട്ട് രചിച്ചു. അത് എന്നും എന്താണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബുക്ക് രചിച്ചു. ബുക്കിന്റെ പേരെന്ന് പറഞ്ഞാല് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ള ഒരു ബുക്കാണ്. ഓക്കെ, ചെറിയൊരു കഥയില്ല കേട്ടോ. ഞാൻ ചെറിയൊരു അദ്ദേഹത്തിന്റെ ഒരു ജീവിത ചരിത്രത്തെ കുറിച്ച് ചെറിയൊരു നോക്കിയതാണ്. ഓക്കെ, അപ്പോ നമുക്ക് പഠിക്കാനുള്ളത് വളരെ മൂന്ന് പോയിന്റ് പഠിക്കാനുള്ള ബെർണൈസിനെ കുറിച്ച്. ഫസ്റ്റ് വൺ പഠിക്കാനുള്ളത് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. പബ്ലിക് റിലേഷൻ കൗൺസിൽ, അദ്ദേഹം അറിയപ്പെടുന്നത് പബ്ലിക് റിലേഷൻ കൗൺസിൽ എന്നായിരുന്നു.
wrote first PR book. PR നെ കുറിച്ച് അദ്ദേഹം ഫസ്റ്റ് ബുക്ക് എഴുതി. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, ഇതും ഏതോർക്കത്തിൽ ചോദിച്ചാലും പറയണം. എക്സാമ്പിൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഒന്നില്ലെങ്കിൽ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരാണ്? എഡ്വേർഡ് ബെർണൈസ്. ദെൻ അദ്ദേഹത്തിന്റെ ബുക്ക് ഏതായിരുന്നു? ബുക്കിന്റെ പേര് എന്തായിരുന്നു? Crystallizing Public Opinion. Okay. Then taught the first PR course of New York University. New York University ആദ്യത്തെ PR കോഴ്സ് ചെയ്ത വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ഫസ്റ്റ് ടു കോൾ ഹിം PR പ്രൊഫഷണൽ. അദ്ദേഹത്തെ തന്നെ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് PR പ്രൊഫഷണൽ എന്നാണ്, പബ്ലിക് റിലേഷൻ പ്രൊഫഷണൽ എന്നാണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ, ദെൻ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. രണ്ടും ഓർത്തിരിക്കാലോ. അപ്പൊ തന്നെ നമ്മൾ പഠിച്ചോ? ടെക്സ്റ്റിൽ ക്ലിയർ അല്ല, ടൈപ്പ് ചെയ്തിരുന്നോ? അങ്ങനെയാണോ? ക്ലിയർ അല്ല, ഒട്ടും വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ പറ്റുന്നില്ല എന്നാണോ? എല്ലാവർക്കും അങ്ങനെയാണോ? ഓക്കെ, അത് കുഴപ്പമില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിലെ ടൈം കഴിഞ്ഞല്ലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഒരു ഷോർട്ട് നോട്ട് എഴുതി തരാം. ഓക്കെ, അങ്ങനെ മതിയോ? ഷോർട്ട് നോട്ട് എഴുതാം നമുക്ക്. എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതി തരാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എഴുതാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ചിട്ടുള്ളൂ, എളുപ്പമുള്ളത്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, എടുത്തത് ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ട്രാൻസ്ഫർ ഓഫ് പേഷ്യനിൽ നിന്ന് ക്രിസ്റ്റലൈസ് അല്ല, ക്രിസ്റ്റലൈസ് പബ്ലിക് ഒപ്പീനിയൻ കേട്ടോ. ക്രിസ്റ്റലൈസിംഗ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതാം കേട്ടോ, ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു ഓൾ.